നമസ്കാരം. വ്യക്തികൾ വിശേഷങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗം BG സോമനാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ബാങ്ക് ഓഫീസർ എന്ന തസ്തികയിൽ നിന്നും വിരമിച്ചതിനു ശേഷം താങ്കൾ മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതെ, ഞാൻ 2020 മെയ് 31-നാണ് സർവീസിൽ നിന്ന് പിരിഞ്ഞത്. അതിനുശേഷം പാർട്ടി ആവശ്യപ്പെട്ടിട്ട് മുഴുവൻ സമയ പ്രവർത്തനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അതുപോലെ തന്നെ തുടർന്ന് നമ്മുടെ 2021 നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടി ശക്തമായി നമ്മുടെ അടിത്തട്ടിലുള്ള സഹാക്കളെയെല്ലാം സജീവമാക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമികമായിട്ടുള്ള വോട്ട് ചേർക്കൽ മറ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വർക്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണ സമയം ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ്. ഏത് ബാങ്കിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ തടിക്കടവ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ. വിരമിക്കുമ്പോൾ ഏത് തസ്തികയിലായിരുന്നു? ചീഫ് അക്കൗണ്ടന്റ് സ്ഥാനത്ത്. ഒരു വശത്ത് ബാങ്ക് ജോലി, മറുവശത്ത് രാഷ്ട്രീയ പ്രവർത്തനം, ഇത് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമകരമായിരുന്നില്ലേ? ആയിരുന്നു. കാരണം രണ്ട് ഭാഗത്തുനിന്നും പ്രഷറുകൾ വരും. ഒന്ന്, ബാങ്കിലെ ഡ്യൂട്ടി നമ്മൾ കൃത്യമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങൾ വരും. അപ്പോൾ പരമാവധി എൻ്റെ കഴിവിനനുസരിച്ച് രണ്ട് സ്ഥലത്തും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് പിന്നെ വിലയിരുത്തേണ്ടത് പാർട്ടിയും അതുപോലെ തന്നെ ബാങ്കുമാണ്. എന്നാലും കുറച്ചുകൂടെ ബാങ്കിന്റെ പ്രവർത്തനത്തിൽ ഉത്തരവാദിത്തങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ ബാങ്കിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പൊതുപ്രവർത്തനത്തിലേക്കുള്ള കടന്നുവരവ്? പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ തന്നെ ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളായിരുന്നു. അപ്പോൾ അതിലെൻ്റെ അമ്മാവൻ എന്ന് പറയുന്ന ആളാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് ഒരു സംഘടനാ പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാം. ഒന്ന്, നമ്മൾ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അതല്ലാതെ നമ്മുടെ ചില ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ. യഥാർത്ഥത്തിൽ ഞാൻ ഈ രണ്ടാമത്തെ പറഞ്ഞ കാര്യത്തിലാണ്. എൻ്റെ അമ്മാവൻ ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകനായതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായി മത്സരിക്കുകയും അങ്ങനെ തുടർന്ന് അതുമായി ബന്ധപ്പെടുകയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നല്ല പാർട്ടിയാണെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് പൂർണ്ണമായിട്ടും അത് പ്രവർത്തിക്കാൻ സന്നദ്ധമായിരുന്നു. CPI എന്ന പാർട്ടി തിരഞ്ഞെടുക്കുവാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരുന്നോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിലേക്ക് വന്നതാണ്. പിന്നെ വളർന്നപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വങ്ങളെ സംബന്ധിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വങ്ങളെ സംബന്ധിച്ചുമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഏറ്റവും നല്ലൊരു പ്രസ്ഥാനം CPI ആണെന്ന് എനിക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ CPI ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായത്. അതിൽ ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത് മെമ്പർഷിപ്പാണ്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം സന്നദ്ധമായിക്കൊണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറാകുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളത്. അപ്പോൾ അങ്ങനെ മെമ്പറായതിനു ശേഷം ഞാൻ അതിൻ്റെ ഏറ്റവും താഴത്തെ ഘടകം എന്നുള്ള നിലയ്ക്ക് ബ്രാഞ്ച് സെക്രട്ടേറിയറ്റിൽ ആലക്കോട്, അതുപോലെ തന്നെ അതിന് ശേഷം അതിൻ്റെ മേലെയുള്ളത് ലോക്കൽ കമ്മിറ്റിയാണ്. ആ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ മണ്ഡലം കമ്മിറ്റി എന്നുള്ള ഒരു ഘടകമാണ്. ആ ഘടകത്തിൻ്റെയും സെക്രട്ടറി ആയിട്ടുണ്ട്. അത് ആലക്കോടും ഞാനായിട്ടുണ്ട്. കുറച്ചു കാലം തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ കൺവീനറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ എന്നുള്ളതൊക്കെയാണ്. LDF-ലെ ഒരു പ്രധാന ഘടകകക്ഷിയാണല്ലോ CPI. ആ നിലയ്ക്കുള്ള ഒരു പരിഗണന CPM-ന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? അല്ല, നമ്മൾ LDF എന്ന് പറയുന്നതിന് മുമ്പായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 2 പാർട്ടിയായിട്ട് പിരിഞ്ഞു. അത് സംഘടനാപരമായും ആശയപരമായിട്ടുള്ള ചില വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്.
ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ടായിട്ടുള്ള പിളർപ്പുകൾ, അതിലുണ്ടായിട്ടുള്ള ചില ആശയ സംഹിതകൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു. അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിപ്പോൾ സമയപരിമിതി കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ 1964 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രണ്ടായി പിളർന്നു. അതിലൊരു ഭാഗം CPI, ഒരു ഭാഗം CPM മാറി. അങ്ങനെ 64 മുതൽ 1978 വരെ ഈ രണ്ട് പാർട്ടികളും രണ്ട് മുന്നണിയിൽ നിന്നാണ് മത്സരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. 1978 CPIയുടെ പട്ടിണ്ട പാർട്ടി കോൺഗ്രസും അതുപോലെ തന്നെ CPMന്റെ ജലന്ധർ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്ന് പറയുന്നത് അഖിലേന്ത്യാ സമ്മേളനത്തിനാണെന്ന് പറയുന്നത്. അങ്ങനെ ആ രണ്ട് സമ്മേളനങ്ങളിലും ഈ പാർട്ടികൾ ഒന്നായി ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള തീരുമാനമെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നത് CPIയുടെ PK വാസുദേവൻ നായരായിരുന്നു. അപ്പോൾ പാർട്ടി അദ്ദേഹത്തോട് നിർദ്ദേശിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉടൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞു. PKB അതനുസരിച്ച് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അങ്ങനെയാണ് ഇടതുപക്ഷ മുന്നണി ഉണ്ടാകുന്നത്. ആ മുന്നണിയിൽ രണ്ട് പാർട്ടികൾ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് സംഘടനാപരമായിട്ടുണ്ടാകാം, ആശയപരമായിട്ടുണ്ടാകാം. ഇപ്പോൾ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് CPIയുടെ പല കാഴ്ചപ്പാടുകളോടും CPMന് യോജിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ CPMന്റെ പല നടപടികളോടും CPIക്കും യോജിപ്പുണ്ടാകും. കാരണം ഇത് അടിസ്ഥാനപരമായി രണ്ട് പാർട്ടികളാണ്. അങ്ങനെയുള്ള ഒരു പ്രശ്നം എന്നുള്ളതിൽ കവിഞ്ഞ് അവരുടെ ഭാഗത്തു നിന്നുള്ള പരിഗണനയെ സംബന്ധിച്ച വിഷയമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പാർട്ടികളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ അഖിലേന്ത്യാ നേതൃത്വം അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ UDF ഭരണകാലത്തെ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്ന് ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തി KM മാണിയെ പോലെയുള്ള മന്ത്രിമാരെ രാജിവെപ്പിച്ച് അധികാരത്തിൽ വന്നതാണ് LDF മുന്നണി. ശരിയല്ലേ? ശരിയാണ്. സോളാർ കേസ്, ബാർക്കോഴ വിവാദം, നോട്ടൽ മെഷീൻ, അങ്ങനെ നിരവധി ആരോപണങ്ങൾ. കഴിഞ്ഞ 4.5 വർഷമായി LDF കേരളം ഭരിക്കുന്നു. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ആരോപിച്ച ഒരു അഴിമതി പോലും നിങ്ങളെ കൊണ്ട് തെളിയിക്കാനോ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു നൽകാനോ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ പൊതുവേദികളിൽ UDFന്റെ പഴയ അഴിമതി കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഈ കഴിഞ്ഞ UDFന്റെ ഭരണകാലത്തിൽ കേരളത്തിൽ എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്, നമ്മുടെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലടക്കം ബന്ധപ്പെട്ടുകൊണ്ട് സോളാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സരിതയും അതുപോലെ തന്നെ ചില ആളുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അന്ന് നമ്മുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല UDFിലെ തന്നെ ഘടകകക്ഷിയിൽ പല ആളുകളും ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് അതൃപ്തരായിരുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇതിനെതിരെ സമരം നടത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സമരം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാർക്കോഴ വിഷയം തന്നെ KM മാണിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊടുക്കുന്നതിന് വേണ്ടി UDFിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയതെന്നാണ്. അതിലും ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ ഇതൊക്കെ തന്നെ നമ്മുടെ ഈ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള രാജ്യത്തെ ഭരണഘടനയുടെയും അതുപോലെ തന്നെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല കേസുകളും വർഷങ്ങളോളം നീണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അത് പൂർണ്ണമായിട്ടും നമുക്ക് അവരെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അത് ജനമധ്യത്തിൽ കൊണ്ടുവരാനോ ഒരു പരിധി വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ വസ്തുതയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ഭൂരിപക്ഷത്തോടു കൂടി കഴിഞ്ഞ LDF ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. UDF ഭരണത്തിലിരിക്കുമ്പോൾ LDF ആരോപിച്ച അതേ ആരോപണങ്ങൾ തന്നെയാണ് UDF ഇപ്പോൾ തിരിച്ചാരോപിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ പദ്ധതി, സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം, ലഹരി മരുന്ന് കടത്ത്, അങ്ങനെ പലതും. ഭരണമുന്നണിയിലെ ഘടകകക്ഷിയായ CPIക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അല്ല, ഇതിനെ സംബന്ധിച്ച് ഗവൺമെന്റും അതുപോലെ തന്നെ LDFും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഇതിൻ്റെ അകത്തൊരു വസ്തുത എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്ത്. ആ സ്വർണ്ണക്കടത്തിൽ ഏറ്റവും വിമർശനം നേരിട്ടിട്ടുള്ളത് ഈ ഗവൺമെന്റിന്റെ IT സെക്രട്ടറി ആയിരുന്ന
ഗവൺമെന്റിന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കർ ഇതിനകത്ത് ഇൻവോൾവഡ് ആയി എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിലെ IAS, IPS അതുപോലെ തന്നെ IFS ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരു നടപടി എടുക്കണമെങ്കിൽ കേരള ഗവൺമെന്റിന് മാത്രം സാധ്യമല്ല. ഈ ശിവശങ്കറിനെതിരെ ആരോപണം ഉന്നയിച്ച അടിസ്ഥാനത്തിൽ തന്നെ ഇതിൽ വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ അപ്പോൾ തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. ഒന്ന്. രണ്ടാമത്, IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ശിവശങ്കർ ആരൊക്കെയായി ബന്ധപ്പെടുന്നുണ്ട്, അവരുടെ അവര് എന്തൊക്കെ പ്രവർത്തനങ്ങളിലാണ് നടത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് അങ്ങനെ പരിശോധിക്കേണ്ട വിഷയം വരുന്നില്ല. അത് മാത്രമല്ല, ശിവശങ്കരെ സംബന്ധിച്ച് കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്തും ഒരുപാട് നല്ല നല്ല തസ്തികകളിൽ അയാൾ ഇരുന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ IT രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ്. അപ്പം എന്ന് വിചാരിച്ച് അയാൾ കാണിക്കുന്ന ഇത്തരം തെറ്റായ പ്രവർത്തനത്തെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അത് പൂർണ്ണമായിട്ടും ഈ കേരളത്തിന്റെ തൊഴിലാളിത്ത വിഷയങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിന്റെ സാമ്പത്തിക വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഈ IT രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ശിവശങ്കറെ പോലുള്ള ആളുകൾ വെച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ അയാൾ ഈ ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ഭരണാധികാരികളെയും വഞ്ചിക്കുകയായിരുന്നു. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരൊറ്റ രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും UDF ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇവിടെ മുഖ്യമന്ത്രിയാകട്ടെ മറ്റു മന്ത്രിമാരാകട്ടെ ആരെക്കുറിച്ചും ഒരു അഴിമതി ഉന്നയിച്ചിട്ടില്ല. പക്ഷേ പല ഉദ്യോഗസ്ഥന്മാരും ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ വികലമാക്കി കാണിക്കുന്നതിനും ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ പിന്നോട്ട് അടിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ്. അങ്ങനെയുള്ള ഒരവസരത്തിൽ അതിൽ ബന്ധപ്പെടുക, അവരെ അത്തരം സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഏത് ഗവൺമെന്റ് ചെയ്യുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ തന്നെ അതിൽ മനസ്സിലാക്കി ഇവരെ മാറ്റി. പിന്നെ മറ്റൊന്ന്, സ്വപ്ന സുരേഷിനെ സംബന്ധിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം, അവര് UAE കോൺസുലേറ്റിലെ ഒരു ജോലിക്കാരി എന്നുള്ള നിലയ്ക്കാണ് അവർ പെരുമാറിക്കൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഇടപാടുകളും അല്ലെങ്കിൽ ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുള്ള പല വിഷയങ്ങളും ഇവർ ഇടപെട്ടിരുന്നു. അപ്പൊ ആ രീതിയിൽ ഇവര് കോൺസുലേറ്റിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കോൺസുലേറ്റ് എന്ന് പറയുന്നതും കസ്റ്റംസ് ഒക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. ആ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്ന, അതുപോലെ തന്നെ എയർപോർട്ട്, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ എയർപോർട്ടുകളെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന, അവിടെ നടക്കുന്ന പ്രവർത്തനത്തെ കേരള ഗവൺമെന്റിന് ബന്ധപ്പെടുന്നതിനോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തടയിടുന്നതിനോ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം പുറത്തു വന്നപ്പോൾ തന്നെ NIA അന്വേഷിക്കണം, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ മറ്റ് രീതിയിലുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ട് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കത്ത് തന്നെ കൊടുത്തു. കാരണം നമുക്ക് ഒളിച്ചു വെക്കാനൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അതേസമയം UDF ഗവൺമെന്റ് കാലത്ത് അങ്ങനെയല്ല, പലതും മറച്ചു വെക്കുകയായിരുന്നു. പക്ഷെ ഇത് നമ്മൾ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാവുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് NIA വന്ന് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ ഏതാണ്ട് ഇപ്പോൾ ഇന്നത്തെ പത്രവാർത്തയും റേഡിയോ വാർത്തയും ഒക്കെ അനുസരിച്ച് 30ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 30-ൽ ഏതാണ്ട് ഒരു 10-19 ആളുകൾ ലീഗുമായിട്ട് UDF ഗവൺമെന്റിലുള്ള ലീഗുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ സന്ദീപ് വാര്യർ, അതുപോലെ തന്നെ ജനൻ TVയുടെ ഡയറക്ടർ, ഇവരൊക്കെ BJP ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളാണ്. ഒറ്റ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കളോ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാം പിന്നിൽ വളരെ കാലമായി നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള നമ്മുടെ എയർപോർട്ടുകളിലൂടെ കടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ ഒക്കെ പിന്നിൽ നിൽക്കുന്ന സംഘം തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പിടിച്ചു, അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിട്ട് പോകുന്നത് എല്ലാവിധ സഹായവും കേരള ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ചോദിച്ചൊരു ചോദ്യം, നമ്മുടെ സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം. സെക്രട്ടേറിയറ്റില് സ്വാഭാവികമായുണ്ടായ ഒരു തീപിടുത്തമാണ്. സെക്രട്ടേറിയറ്റ് വന്നതിന് ശേഷം ഏതാണ്ട് 10-12 പ്രാവശ്യം നമ്മുടെ സെക്രട്ടേറിയറ്റിൽ പല ബ്ലോക്കുകളിൽ തീ പിടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ തീപിടിച്ച കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഫയലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അതിന്റെ അധികാരികൾ പറയുന്നത്. അപ്പൊ അത് തെളിയിക്കുന്ന എപ്പോഴാണ്? NIA അതുപോലെയുള്ള ഏജൻസിയോ ഇന്ന ഫയലുകൾ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ആ ഫയൽ കത്തിപ്പോയി എന്ന് പറയുമ്പോൾ മാത്രമേ അതിനകത്ത് കള്ളത്തരത്തിന്റെ ആവശ്യമുള്ളൂ. ഇപ്പൊ അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രധാനപ്പെട്ട ഫയലും നഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
പിന്നെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കള്ളക്കടത്തുകാർക്കോ അതുപോലെ തന്നെ അഴിമതിക്കാർക്കോ ഒന്നും സ്ഥാനമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മന്ത്രിമാർ ആ രീതിയിൽ പിന്നെ ഇതിലൊന്നും പെടാതിരിക്കുന്നത്. എന്നാൽ UDF മന്ത്രിമാരെ സംബന്ധിച്ച്, ബാബുവിനെ സംബന്ധിച്ച്, അടൂർ പ്രകാശിനെ സംബന്ധിച്ച്, പിന്നെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച്, അങ്ങനെ ഒട്ടനവധി ആളുകളെ സംബന്ധിച്ച് അന്നത്തെ ആ ഭരണത്തിൽ ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ പിന്നെ കെ മാണിയെ സംബന്ധിച്ച്, ഇത്തരം ആളുകളെ സംബന്ധിച്ചൊക്കെ നേരിട്ട് രാഷ്ട്രീയക്കാരെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ച് ഇവരെ കുറിച്ചൊക്കെ തന്നെ അഴിമതി ആരോപണമുണ്ട്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇപ്പൊ 4 വർഷം കഴിഞ്ഞ് 5ാം വർഷത്തിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുകയാണ്. ഇതുവരെ ഒരു ആളെ കുറിച്ചും ഒരു അഴിമതി ആരോപണവും കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉന്നയിക്കുന്നുണ്ട്. തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ നിന്നും വളർന്നു പോയ പല നേതാക്കന്മാരും ഇന്ന് വൻ മുതലാളിമാരാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? അല്ല, അത് ഇപ്പൊ നമ്മള് അങ്ങനെ ഓരോ ആളുകളെ എടുത്ത് പറയട്ടെ. നമ്മളിപ്പം മൊത്തത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ ഓരോ ആളുകളെ എടുത്ത് പരിശോധിക്കും. ഇപ്പം EMSന് അതൊന്നും പിന്നെ 100 കണക്കിന് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. അത് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി സംഭാവന ചെയ്തതാണ്. M.M. ഗോവിന്ദൻ നായർ വലിയ ധനാഢ്യനായിരുന്നു. ചന്ദ്രശേഖരൻ നായർ പിന്നെ കൊട്ടാരക്കരയിലെ വലിയ പണക്കാരനാണ്. പക്ഷെ അവര് അതെല്ലാം പാർട്ടിക്ക് വേണ്ടിയും സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ച ആളുകളാണ്. അങ്ങനെ ഒരുപാട് പിന്നെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളുണ്ട് ഈ പാർട്ടിക്കകത്ത്. അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അതിനകത്ത് നിൽക്കുന്നതാണ്. അപ്പൊ അവർക്ക് ധനം ഉണ്ടായി എന്ന് പറഞ്ഞ് നമുക്ക് അവരെ മാറ്റി നിർത്താൻ വേണ്ടി കഴിയും. CPM പല നേതാക്കളെയും ചൂണ്ടിക്കാണിച്ചിട്ട് പലപ്പോഴും പത്രങ്ങളിലൊക്കെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷെ അത് എത്രയുണ്ട്, എവിടെയാണ്, എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. ഇത് ഒരു കാടടച്ച് വെടിവെക്കുന്ന ഒരു സമീപനമല്ല. സ്പെസിഫിക് ആയിട്ട് ഇന്ന അത് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയതാണെന്നുള്ളതിനെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. അവരുടെ മക്കളൊക്കെ തന്നെ ഉന്നതരായിട്ടുള്ള പിന്നെ ജോലിയും കാര്യങ്ങളും ഒക്കെ പോയി അതുകൊണ്ട് ഉണ്ടാക്കുന്ന സമ്പത്ത് അത് നമുക്ക് അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ VV രാഘവൻ എന്ന് പറയുന്ന CPIയുടെ മന്ത്രി, അദ്ദേഹത്തിന്റെ മകൻ തൃശ്ശൂർ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. ഇപ്പോഴും ഏതെങ്കിലും ഒരു UDF മന്ത്രിയുടെ മകന് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഈ തലമുറയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് സംസാരിക്കാമോ? യെസ്, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെ പോലെ ഇന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കുറേ സാഹചര്യങ്ങൾ, സാമൂഹ്യ ചുറ്റുപാടുകൾ, ആ ചുറ്റുപാടുകളിൽ നിന്ന് വളർന്നു വന്ന ആളുകളാണ് അന്നത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ അത്രമാത്രം അടിച്ചമർത്തലുകൾ ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും നിലനിന്ന് ജാതി ചിന്തകൾ, അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ, അതുപോലെ തന്നെ സാധാരണക്കാരന് വഴി നടക്കാൻ പറ്റാത്തത്, അതുപോലെ എന്തിനധികം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജമ്മിയുടെ വീട്ടിലേക്ക് ആദ്യ രാത്രിയിൽ പറഞ്ഞ് വിടേണ്ട പോലും സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അപ്പൊ അത്തരം ഒരു വലിയ ക്രൂഷ്യലായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. അപ്പൊ അന്നത്തെ ആളുകൾ യഥാർത്ഥത്തിൽ EMS, M.N. ഗോവിന്ദൻ നായർ, ചന്ദ്രശേഖരൻ നായർ, K. പിള്ള, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ധനാഢ്യന്മാരായിട്ടുള്ള ജമ്മിമാരായിട്ടുള്ള പിന്നെ അച്യുതമേനോൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്നത് അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് സാധാരണക്കാരായ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുരിതവും ദുഃഖവും ഒക്കെ കണ്ടിട്ടാണ് അവർ വന്നത്. അപ്പോൾ പിന്നെ ചട്ടക്കൂടിൽ പോയി കിടന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ നടന്നു പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലം മാറി. എനിക്കറിയാം നമ്മുടെ ഏറ്റവും അടുത്ത പ്രദേശത്ത് ഇപ്പൊ കാർത്തികപുരത്ത് പലപ്പോഴും യോഗത്തിന് പോയി കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ അവിടെ കിടക്കുകയാണ്. അതുപോലെ തന്നെ റേറോത്തിനക്കരെ തേർത്തല്ലിയിൽ ഏതെങ്കിലും ഒരു സഖാവിനെ വെച്ച് വീട്ടിൽ വെച്ച് യോഗം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നവിടെ കിടക്കുകയാണ്. കാരണം നമുക്ക് തിരിച്ചു വരാൻ വാഹനമില്ല, പിന്നെ പിന്നെ പാലമില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഇന്നിപ്പം കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു ഇടത്തരം വർഗം നമ്മുടെ കേരളത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും ജോലിയും കാര്യങ്ങളും ഇതുപോലെയുള്ള അടിത്തറകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്നത്തെ പോലെയുള്ള പ്രവർത്തനം ഒരുപക്ഷെ ഇന്ന് ഉണ്ടാകുക എന്ന് പറയുന്നത് അതൊരു പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ പരമാവധി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലാളിത്യത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായി പോവുക എന്നുള്ളതാണ് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം. അതിലിപ്പം മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുമ്പ് കമ്മ്യൂണിസ്റ്റുകാരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെതിരെ ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ അവനെക്കുറിച്ച് നമ്മൾ സാധാരണഗതിയിൽ ഒരു പരാതി എഴുതുമ്പോൾ അവൻ പിന്നെ പെണ്ണുപിടിയനാണ്, അവൻ കള്ളുപിടിയനാണ്, അവൻ റൗഡിയാണ്, അവൻ ഗുണ്ടയാണ്, സർവോപരി അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് ആ പരാതിയെ പോലും എഴുതുന്നത്. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് കാലം മാറി. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പല സ്ഥലങ്ങളിലും അധികാരമുണ്ട്, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളുണ്ട്. അപ്പം
ചില ആളുകൾ എങ്കിലും ഈ സൗകര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ വളരെ ചുരുങ്ങിയ ആളുകൾ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൈതൃകം, അന്നത്തെ നേതാക്കന്മാരുടെ ജീവിത രീതികൾ തുടർന്നു കൊണ്ടുപോകാൻ, അവരെ അനുകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അത് അതിൽ പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ നിർത്തിക്കൊണ്ട് എങ്ങനെയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ചർച്ചയുടെയും അതുപോലെ തന്നെ അഭിപ്രായങ്ങളുടെയും ഒക്കെ രൂപീകരണത്തിലൂടെയാണ് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പല അഴിമതികളും അതുപോലെയുള്ള പല പ്രവർത്തനങ്ങളും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നും പോകാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നിങ്ങളുടെ ഭരണം, ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളുടെ ഭരണത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് അഭിപ്രായം പറയാം. അതെ, നമ്മുടെ ഭരണം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരുപാട് വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ ഇനിയുമുണ്ട്. ഇപ്പോൾ നമ്മുടെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വ്യവസായ രംഗം നേരിടുന്ന വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഇപ്പോൾ നമ്മുടെ റെയിൽവേ, അതുപോലെ തന്നെ BSNL, ഇത്തരം പൊതുമേഖലാ ബാങ്ക്, ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ നിയമന നിരോധനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തന്നെ വിറ്റഴിക്കുമ്പോൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നികുതി പണം ഉപയോഗിച്ച് വാങ്ങിയതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട്, അത് ഏതാണ്ട് 30,000 കോടി രൂപ ആസ്തിയുള്ള ആ എയർപോർട്ടിൻ്റെ നടത്തിപ്പിന് അദാനിക്ക് കൊടുത്തിരിക്കുകയാണ്. വലിയ ഒരു നമ്മുടെ കോർപ്പറേറ്റ് അദാനിക്ക് കൊടുത്തിരിക്കുകയാണ്. 1,500 കോടി രൂപയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു വശത്തെ ഈ സമ്പത്ത് ഇവരുടെ കയ്യിലേക്ക് എത്തിക്കുന്നതോടൊപ്പം തന്നെ അവിടെ തൊഴിൽ മേഖലയും നഷ്ടപ്പെടുക. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന പൊതുമേഖലയാണ്. റെയിൽവേ ആയാലും LIC ആയാലും അതുപോലെ തന്നെ ബാങ്ക് ആയാലും ഇത്തരം സ്ഥാപനങ്ങളാണ്. അപ്പൊ അത് സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പൊ പൊതുമേഖലയാണെങ്കിൽ നമുക്കവിടെ ബോണസ് കൊടുക്കേണ്ടി വരും, ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടി വരും, മറ്റ് ESI ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടി വരും, മറ്റെല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കണം. അപ്പൊ സ്വകാര്യ മേഖലയിലേക്ക് മുതലാളിയുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കൊടുക്കണ്ട. അപ്പൊ അതാണ് ഈ കോർപ്പറേറ്റുകൾ ഇത്തരം സ്ഥാപനങ്ങളെ ഒക്കെ വിലയ്ക്ക് വാങ്ങുകയും അതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനനുസൃതമായിട്ടാണ് നമ്മുടെ ഭരണാധികാരികൾ ഇപ്പോൾ തൊഴിലാളി സംഘടനകൾ ഇല്ലെങ്കിൽ തൊഴിൽ പ്രശ്നത്തെക്കുറിച്ച് സംഘടിച്ച് സമരം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളിലുള്ള അവരുടെ നയം നടപ്പിലാക്കണമെങ്കിൽ സംഘടിതമായ തൊഴിലാളി വർഗത്തെ തന്നെ ഇല്ലാതാക്കണം. അതിന്റെ ഭാഗമായിട്ട് അവർ മുതലാളിമാർക്ക് ഇത്തരം സ്ഥാപനങ്ങൾ കൊടുക്കുന്നു, അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന തൊഴിലാളികളെ പരിമിതമായിട്ട് എടുക്കുന്നു, അതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായി സംഘടിക്കാനുള്ള അവകാശത്തെ പോലുമാണ് ഇത്തരം നടപടികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഭക്ഷ്യ സ്വയം പര്യാപ്തത ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ അരി ആയാലും പച്ചക്കറി ആയാലും അതുപോലെയുള്ള വസ്തുക്കളെല്ലാം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്. അതിനുവേണ്ടി ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. കൃഷിഭവൻ മുഖാന്തരവും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുകൾ മുഖാന്തരവും അതുപോലെ തന്നെ സഹകരണ ബാങ്കുകൾ മുഖാന്തരവും ഒക്കെ തന്നെ ഒരുപാട് പദ്ധതികൾ. ആ പദ്ധതികളൊക്കെ തന്നെ ഒരു പരിമിതമായിട്ട് പൂർണ്ണമായിട്ട് എത്തിയെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ആ രംഗത്തേക്ക് നമ്മളൊരു ചുവടുവയ്പ് വെച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പെൻഷൻ, നമ്മുടെ നാട്ടിലെ തൊഴിലില്ലാത്ത അതുപോലെ തന്നെ വിധവകളായിട്ടുള്ള വാർദ്ധക്യ സഹജമായിട്ടുള്ള ആളുകൾ, ഇത്തരം ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും കൂടെ 100 രൂപ വർദ്ധിപ്പിച്ച് 60 രൂപ, ആ 600 രൂപ UDFന്റെ ഗവൺമെന്റ് കാലത്തുണ്ടായിരുന്നു, ഇപ്പോൾ 1400 വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെറിയ പൈസയാണെങ്കിൽ പോലും ഒരു ആശ്വാസമാണ്. നമ്മുടെ ഡീമോണിറ്ററൈസേഷന് ശേഷം നമ്മുടെ കേരളത്തിന്റെ വരുമാനം, അതുപോലെ തന്നെ GST നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇത് നമ്മുടെ സമ്പത്ത് വരുമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്, ഇൻകത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിച്ചു കൊണ്ടാണെങ്കിൽ പോലും ഇത്തരം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് 35ഓളം ഹൈടെക് സ്കൂളുകൾ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്കൂളുകളിലും ഒരു ഹൈടെക് ക്ലാസ് റൂം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സഹകരണ പ്രസ്ഥാനവും അതുപോലെ തന്നെ ഗവൺമെന്റും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് ചില പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDFന്റെ കാലത്തുണ്ടായിരുന്ന സ്വകാര്യ സ്കൂളുകളിലേക്കുള്ള കുട്ടികളുടെ പോക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം
ഒരു നല്ല ശതമാനം കുട്ടികൾ സ്വകാര്യ സ്കൂളുകളെ ഉപേക്ഷിച്ച് നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിജയ ശതമാനം എടുത്ത് നോക്കിയാലും ഈ സ്കൂൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനത്തിന് മുൻപിൽ നിൽക്കുന്നത്. അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പട്ടയമില്ലാത്ത തങ്ങളുടെ ഭൂമിക്ക് ആധികാരികമായ ഒരു രേഖയുമില്ലായിരുന്ന ലക്ഷക്കണക്കായ ആളുകൾക്ക് ഗവൺമെൻറ് പട്ടയം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് അതൊരു നല്ല ഒരു ആശയമാണ്. കാരണം ഇപ്പം നമുക്കറിയാം തടിക്കടവ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഈ ചപ്പാരപ്പുഴ പഞ്ചായത്തിലടക്കം 2 കോടി രൂപ ഞങ്ങൾ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരുന്നു. അതിൽ ആ 2 കോടി രൂപ കൊടുക്കുമ്പോൾ ചപ്പാരപ്പുഴ പഞ്ചായത്ത് അതിനകത്ത് എന്തെങ്കിലും അഴിമതിയോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു നല്ലൊരു പദ്ധതി, ലൈഫ് പദ്ധതി എന്ന് പറയുന്ന വീടുകൾ ഉണ്ടാക്കി ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് വിദേശത്തു നിന്ന് അടക്കമുള്ള സഹായങ്ങൾ മേടിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഒരു സതുദ്ദേശപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പാർപ്പിട പ്രശ്നങ്ങൾ, അവൻ്റെ ഭൂമിയുടെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ പ്രശ്നം, ആരോഗ്യമേഖല, ഇപ്പം നമുക്കറിയാം നമ്മുടെ CHCയും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലും ഒക്കെ ഹൈടെക്കായി മാറിയിരിക്കുകയാണ്. എത്രയോ ആളുകളാണ് നമ്മുടെ തൊട്ടടുത്ത് ഈ പ്രദേശങ്ങളിലുള്ള CHCയിലൊക്കെ നൂറുകണക്കായ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഡോക്ടർമാരുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് സ്റ്റാഫുണ്ട്, എല്ലാം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ UDF ഗവൺമെൻറ്റിൽ നിന്നും വ്യത്യസ്തമായി അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭരണം നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ ഭരണത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഈ ഗവൺമെൻറ് നേരിടുകയുണ്ടായി. ഓക്കി വന്നു, അതുപോലെ തന്നെ നമ്മുടെ നിപ്പ വന്നു, ഏറ്റവും അവസാനം കൊറോണ വന്നു, അതുപോലെ തന്നെ പല പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ വന്നപ്പോഴും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഈ ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത 5 വർഷക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൻ്റെ ചില സൂചനകൾ ആ UDFിലെ പല കക്ഷികളും അതൃപ്തരായി ആ മുന്നണി വിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി UDFിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം വന്നു. ഇതിനുശേഷം ഇപ്പോൾ LDFിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും അതിലുള്ള ഒരു പ്രധാന കക്ഷി ഇന്ന് അവരുമായി സലാം പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ലൊരു പ്രതീക്ഷ, ഈ ജനങ്ങളിൽ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇനിയും ഈ അടുത്ത 5 വർഷക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറയും. ഈ പറഞ്ഞ പല ഘടകകക്ഷികളെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണല്ലോ. LDF പോലുള്ള ഒരു മുന്നണി അവരെ ഏറ്റെടുക്കാൻ തയ്യാറായാൽ പൊതുജനം അത് അംഗീകരിക്കുമോ? അതിനകത്തൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDFിൽ അവർക്ക് പ്രായോഗികമായുള്ള ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നണി മാത്രമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നയവും പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗം ഞങ്ങളോടൊപ്പം വന്നു കഴിഞ്ഞാൽ അവർ മുമ്പ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ജനഹിതമല്ലാത്ത എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് അംഗീകരിക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു കാഴ്ചപ്പാടിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നയവും പരിപാടിയും അംഗീകരിക്കുന്ന ആളുകളെയാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇടതുപക്ഷ ഇപ്പോൾ നടക്കുന്നത് വോട്ട് ചേർക്കുക, അതുപോലെ തന്നെ അനധികൃതമായിട്ടുള്ള വോട്ടുകൾ തള്ളിക്കളയുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരിയായി നമ്മുടെ ഈ മലയോര പഞ്ചായത്തുകളിലൊക്കെ തന്നെ UDFിൻ്റെ പഞ്ചായത്തുകളാണ്. അതിൽ നടക്കുന്ന അഴിമതികളും അതുപോലെ തന്നെ അതിൽ നടക്കുന്ന കൊള്ളരുതായ്മകളും വികസന മുരടിപ്പും എടുത്തു കാണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ മലയോര മേഖലയിലുള്ള ഇത്തരം ഈ UDFിൻ്റെ ഈ വികലമായിട്ടുള്ള നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള സമരമാണ് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനഹിതമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. ആലക്കോട് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമമുണ്ടോ? ആലക്കോട് പഞ്ചായത്തിൻ്റെ ഭരണം തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിൽ മൊത്തം സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം ജനങ്ങൾ അതൃപ്തരാണ്. പല വികസന പ്രവർത്തനങ്ങളും
ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു പഞ്ചായത്താണ്. അതിനനുസൃതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. നമ്മുടെ ഇപ്പോൾ ഏറ്റവും വളർന്നു വരുന്ന ഒരു പട്ടണമാണ് ആലപ്പുഴ. ആ പട്ടണത്തിൽ ആയിരക്കണക്കായ ആളുകൾ വന്നു പോകുന്ന ഒരു പട്ടണമാണ്. അവിടെ അത്യാവശ്യം മനുഷ്യൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ, സ്ത്രീകളും കുട്ടികളും എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ബസ് കാത്തു നിൽക്കുമ്പോൾ അല്പസമയം വിശ്രമിക്കണമെങ്കിൽ അത്തരം ഒരു സംവിധാനവും അവർക്ക് ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കാരണം അവർ ഭരണം കിട്ടുന്നത് മറ്റു പല പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. അവരെ നിയന്ത്രിക്കാൻ ഒരു മുന്നണിയില്ല. ആ മുന്നണിയിലെ നേതാക്കൾ തന്നെ പരസ്പരം ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ജനഹിതം മാനിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നില്ല. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രവർത്തനമായി മാറുന്നതുകൊണ്ട് ജനങ്ങളിൽ ഒരുപാട് അതൃപ്തിയുണ്ട്. ആ അതൃപ്തിയൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്കളുടെ വിലയേറിയ സമയം ഇത്രയും നേരം ഞങ്ങളുമായി ചെലവഴിച്ചതിന് നന്ദി.